എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ വെജിറ്റബിൾ എന്താണെന്നറിയാമോ? ബോട്ടിൽ ഗോഡ്. ഞാനിത് ആദ്യമായിട്ടല്ല, രണ്ടാമതായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ കറി വെക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണേ. ആദ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന്. അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് അത് ചീത്തയായിപ്പോയി. ഇതൊരു നല്ല ഫ്രഷ് ലുക്കുള്ള വെജിറ്റബിളാണ്. അപ്പോൾ അത് കണ്ടറിയാതെ വാങ്ങിച്ചു പോവും. ഇത്തവണ എന്തോ വരട്ടെ, തോരനാക്കി കളയാമെന്ന് വിചാരിച്ച്. വെള്ളരിക്കയുടെ ഒരു ടെക്സ്ചറാണ്, പക്ഷേ ഞാൻ തോരൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്തോ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചോറിന് വേണ്ടി ഒന്നീ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടെ ചേർത്ത് അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം ഈ ബോട്ടിൽ ഗോഡും 2 പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി വഴറ്റി തോരനാക്കി എടുത്ത്. തോരൻ റെഡിയായി. കുറച്ചെടുത്ത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചേ. പപ്പായയുടെയോ പൊട്ടറ്റയുടെയോ ഒരു സമ്മിശ്ര ടേസ്റ്റ് ഉണ്ട്. ദോഷം പറയരുതല്ലോ, അത്ര മോശമൊന്നും അല്ല കേട്ടോ. തോരനൊക്കെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം അടപ്പായസം വെക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കാൻ ചേട്ടൻ പറഞ്ഞേ. ബിക്കോസ് ഞാൻ ഇതുവരെ പായസം വെച്ചിട്ടില്ല, എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞും കൂടാ. റെഡി മിക്സ് ആണെങ്കിൽ ഞാൻ സൂപ്പറായിട്ടുണ്ടാക്കും. ചേട്ടൻ പായസം ഉണ്ടാക്കി തരുന്ന കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമേ. അതൊരു കോമഡിയാണ്. ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കി വെച്ച് തേങ്ങ, 1-ാം പാല്, 2-ാം പാല് എല്ലാം റെഡിയാക്കി വെച്ചപ്പം ചേട്ടൻ വന്നു. ചേട്ടൻ ഇത്തിരി പായസം ഉണ്ടാക്കി തരും. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ലോകത്തില്ലാത്ത പോസാണ് ചേട്ടന്. ഇവിടെ കാത്തു വരെ നന്നായിട്ട് പായസം വയ്ക്കും കൂട്ടുകാരെ. ഇന്ന് കാത്തുവിൻ്റെ ബർത്ത്ഡേ ആണേ. പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങി. കേക്കിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ബ്ലൂബെറി ടോപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കേക്കാണേ. ഇതുവരെ നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള കേക്കാണ്. അപ്പം മീനാക്ഷി പറയുക, ഭാര്യയ്ക്ക് വാങ്ങിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റുള്ള കേക്ക് കിട്ടിയതെന്ന്. അപ്പം കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിള്ളേർ 2 കൂടെ പുറത്ത് പോയി. അവൾക്ക് കിട്ടിയ പ്രസൻറ്റേഷനും മീനാക്ഷിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ പ്രസൻറ്റേഷനും എല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.